ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലാത്ത, ശ്രദ്ധിക്കുക, എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കും നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗുഡ് വിൽ, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി കോപ്പിറൈറ്റ് ആൻഡ് പേറ്റൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ നമുക്കറിയാം, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് ആണ്. കാരണം ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലാത്തത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ബി സി മൂന്നും എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ എന്താണ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റിനെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ഐഡൻറ്റിഫയബിൾ നോൺ മോണിറ്ററി അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റാൻസ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നോൺ മോണിറ്ററി അസറ്റാണ് വിത്തൗട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതെന്താണ്? ഫിസിക്കലി നമുക്ക് എന്താണ് കാണാൻ പറ്റാത്ത, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത നോൺ മോണിറ്ററി ആയിട്ടുള്ള അസറ്റുകളെയാണെന്ത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് ഇൻവെൻറ്ററീസ്? താഴെ പറയുന്നതിൽ ഇൻവെൻറ്ററീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ചെയ്യാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്ഷൻ ബി സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ്, ഓപ്ഷൻ സി ലൂസ് ടൂൾസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ തന്നിരിക്കുന്നതെല്ലാം എന്താണ്? ഇൻവെൻറ്ററീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, നൺ ഓഫ് ദി എബോവ് ആണ്. നോക്കാം എന്താണ് ആക്ച്വലി ഇൻവെൻറ്ററീസ് എന്ന്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ് ഇൻവെൻറ്ററീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ ഇൻവെൻറ്ററീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻവെൻറ്ററി റെഫേഴ്സ് ടു അസറ്റ്സ് that are held for sale in the ordinary course of business, in the process of production for such a sale, or in the form of material or supplies to be consumed in the production process or rendering of services ആണ്. ഇത്രയാണ് ഹെൽഡ് ഫോർ സെയിലാണ് അല്ലേ. നമ്മൾ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അസറ്റ് ആവാം. ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബിസിനസ്സിൽ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന അസറ്റ് ആവാം, കോമയുണ്ട്. ദെൻ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ സച്ച് സെയിൽ, ആ ഒരു പെർട്ടിക്കുലർ സെയിലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ആ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതാവാം. ഓർ ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽ ഓർ സപ്ലൈസ്, എങ്ങനെയാവാം? മെറ്റീരിയലോ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈസിൻ്റെ ഫോമിലുള്ളതാവാം. ദ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്, എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതുമാവാം. ഓർ റെൻഡറിങ് ഓഫ് സർവീസസ്, പ്രോസസ്സ് മാത്രമല്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാത്രമല്ല, പകരം എന്താണ്? സർവീസിലും എന്താണ് ഇങ്ങനെ യൂസ് ചെയ്താൽ അതിനൊക്കെ എന്താണ്? ഇൻവെൻറ്ററീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻവെൻറ്ററീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? റോ മെറ്റീരിയൽ ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ്, ലൂസ് ടൂൾസ്, കൺസ്യൂമബിൾസ്, ട്രേഡഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റീസെയിൽ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണെന്ത് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഘടകങ്ങളെയാണ് റോ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റീല്, കോട്ടൺ, ഇതൊക്കെ എന്താണ്? റോ മെറ്റീരിയൽസ് ആണ്. രണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ നമ്മളെന്താ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ റോ മെറ്റീരിയൽ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എത്തിയില്ല. സെമി ഫിനിഷ്ഡായ എല്ലാ ഐറ്റംസിനെയും നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപയോഗിച്ചുള്ള ഫൈനൽ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഫർണിച്ചർ ആവാം, അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിച്ച് നടക്കുന്ന അതിനുള്ള മെറ്റീരിയൽസ് ആവാം, എല്ലാം എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ഇൻവെൻറ്ററി ആണ്. ദെൻ സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ് ആണ്. ആക്ച്വലി ഇത് ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സ് ആണ്, നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സുകൾ. നെക്സ്റ്റ് ലൂസ് ടൂൾസ് ആണ്. ലൂസ് ടൂൾസ് എന്നാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവില്ല, സ്മോൾ ടൂൾസിനെയാണ് ലൂസ് ടൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൺസ്യൂമബിൾസ് ആണ്. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി മൈന്യൂട്ടായ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം ഗ്ലൂ, ഗം, അത് പശ ഉപയോഗിക്കുന്നു, അതേപോലെ ചെറിയ ത്രെഡ്സ് യൂസ് ചെയ്യുക, ഇതൊക്കെ എന്നാൽ കൺസ്യൂമബിൾസിൽ വരുന്നതാണ്. അടുത്താണ് ട്രേഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റീസെയിൽ. നമ്മളെന്താണ്? മറിച്ച് വിൽക്കുന്നതിന് വേണ്ടി നമ്മളെന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അതും എന്താണ്? ഇൻവെൻറ്ററീൻ്റെ കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻവെൻറ്ററി. അതുകൊണ്ട് തന്നെ മുമ്പത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. വർക്ക് ഇൻ പ്രോഗ്രസും സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസും ലൂസ് ടൂളും ഒക്കെ എന്താണ്? ഇൻവെൻറ്ററിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഇഗ്നോർഡ് ഫോർ പേയിങ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്?
വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഇഗ്നോർഡ് ഫോർ പേയിങ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് എന്നാണ്. നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ താഴെ പറയുന്നത് ഏതൊക്കെ നമുക്ക് പരിഗണിക്കാതെ ഇരിക്കാമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ആരിയേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ബി അക്യുമുലേറ്റഡ് ലോസസ്, ഓപ്ഷൻ സി ട്രാൻസ്ഫർ എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ടു റിസർവ്, ഡി നൺ ഓഫ് ദി എബോവ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷം മിച്ചമുള്ള റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അരിയേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ കൊടുക്കണം, അക്യുമുലേറ്റഡ് ലോസസ് പേ ഔട്ട് ചെയ്യണം, ട്രാൻസ്ഫർ എ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ടു റിസർവിനോട് കുറച്ച് പെർസെൻറ്റേജ് മാറ്റി വെക്കണം. ഇതൊക്കെ ചെയ്തതിന് ശേഷം, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതൊന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? നൺ ഓഫ് ദി എബോവ് ആണ്. ഇനി നോക്കാം എന്തൊക്കെ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് അഡ്ജസ്റ്റ് ബിഫോർ ഡിക്ലെയർ ഡിവിഡൻഡ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് പേ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വർഷത്തെ ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. സോ അത് അഡ്ജസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് അക്യുമുലേറ്റഡ് ലോസസ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് കറൻറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിക്ലെയർ ഡിവിഡൻഡ്. നമുക്ക് എന്തായാലും അക്യുമുലേറ്റഡ് ലോസസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ലോസ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മിച്ചമുള്ള പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു റിസർവ്. അതായത് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് 10% മുകളിലാണ് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിസർവിൽ കീപ്പ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യണം? റിസർവിൽ കീപ്പ് ചെയ്യണം. ഇതിന് ഡിവിഡൻഡിൻ്റെ ഡിക്ലറേഷൻ്റെ ഒരു വീഡിയോ അടുത്തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറയാം. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, റിസർവിലോട്ട് ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷൻ മാറ്റി വെക്കണം. നെക്സ്റ്റ് ആണ് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ്. ടാക്സിന് വേണ്ടി നമ്മൾ ഒരു പ്രൊവിഷൻ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. നോ ഡീഫാൾട്ട് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. ലോൺ റീപേയ്മെൻറ്റ് ചെയ്തതിന് ഡീഫാൾട്ടൊന്നും വരുത്താൻ പാടില്ല. അതായത് ലോൺ റീപേയ്മെൻറ്റുകളൊക്കെ നടത്തിയതിന് ശേഷം മിച്ചമുള്ള എമൗണ്ട് റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ അഫക്ട് ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ ലോൺ ഗിവൺ ടു എംപ്ലോയി വാസ് അക്കൗണ്ടഡ് ആസ് സാലറി പെയ്ഡ്. ഓപ്ഷൻ ബി റിപ്പയർ ടു ബിൽഡിംഗ് ഡെബിറ്റഡ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. ഓപ്ഷൻ സി സെയിൽസ് റിട്ടേൺ വാസ് അക്കൗണ്ടഡ് ആസ് പർച്ചേസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് ആണ്. ഇനി ഓപ്ഷൻ എ എന്തുകൊണ്ട് വന്നില്ല? ലോൺ ഗിവൺ ടു എംപ്ലോയീസ് വാസ് അക്കൗണ്ടഡ് ആ സാലറിയാണ്. അപ്പോൾ എംപ്ലോയീസിന് സാലറി കൊടുത്തത് ലോൺ കൊടുത്തത് സാലറി ആയിട്ട് കാണിച്ചു എന്നാണ്. രണ്ടും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ഉള്ള ജേണൽ എൻട്രിയാണ്. അതുകൊണ്ട് തന്നെ അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. അടുത്താണ് റിപ്പയർ ടു ബിൽഡിംഗ് ഡെബിറ്റ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. രണ്ടും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതും എന്താണ്? അതുകൊണ്ട് രണ്ടും ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ വാസ് അക്കൗണ്ടഡ് ആസ് പർച്ചേസ്. സെയിൽസ് റിട്ടേൺ പർച്ചേസ് ആയിട്ട് കാണിച്ചു എന്നാണ്. പർച്ചേസും സെയിൽസ് റിട്ടേണും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. രണ്ടും ഒരേ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് എന്താണ്? അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒന്നും എന്താണ്? ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഇൻ അക്കൗണ്ടിങ് ഈസ്. ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ അതിൻ്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പോളിസി, ഓപ്ഷൻ ബി എസ്റ്റിമേറ്റ്, ഓപ്ഷൻ സി പാരാമീറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഏതാണ് എന്ന് ചോദിക്കുക. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് വേണ്ടി നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കുന്നത് ഒരു പോളിസി, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോളിസിയാണോ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണോ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാരാമീറ്റർ ആണോ? ഇതൊന്നും അല്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കുന്നത് എന്താണ്? നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന ഡെപ്റ്റ് മുൻകൂട്ടി കണ്ട് അത് കിട്ടാക്കടം അഡപ്റ്റായി ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആകുമോ എന്ന് മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി എസ്റ്റിമേഷൻ ആണ് നമ്മളവിടെ നടക്കുന്നത് അല്ലേ. ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? എസ്റ്റിമേഷൻ ആണ്. അതൊരു പോളിസി ഒന്നും അല്ല. നമ്മൾ മുൻകൂട്ടി കാണുന്നതുകൊണ്ട് അത് എസ്റ്റിമേറ്റ് എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് എ ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് പല രീതിയിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം.
അതാണ് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറ്റം വന്നാൽ അത് ഒരു ഓപ്ഷൻ എ അക്കൗണ്ടിങ് പോളിസിയാണോ, ഓപ്ഷൻ ബി അക്കൗണ്ടിങ് മെത്തേഡാണോ, ഓപ്ഷൻ സി മെഷർമെൻറ്റ് ഡിസിപ്ലിൻ ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ഇതൊന്നും അല്ലേ എന്നാണ് ചോദ്യം. അപ്പം ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അക്കൗണ്ടിങ് പോളിസിയാണ്. കമ്പനിയുടെ അക്കൗണ്ടിങ് പോളിസീൻ്റെ ഭാഗമായിട്ടാണ് അവരവരുടെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ വേണോ, റിട്ടേൺ ഡൗൺ വാല്യൂ വേണോ എന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടിങ് പോളിസിയാണ്. അപ്പോൾ എന്താണ് ഈ അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത് നോക്കാം. അക്കൗണ്ടിങ് പോളിസി ഇസ് എ ബ്രോഡ് പ്രിൻസിപ്പിൾ ആൻഡ് റൂൾസ് ഫോളോഡ് ഇൻ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ കമ്പനി ഫോളോ ചെയ്യേണ്ട റൂൾസ് പ്രിൻസിപ്പിൾസിനെയാണ് എന്ത് പറയുന്നത് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പേ കണ്ടത് എന്താണ് ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്താൽ അത് കമ്പനിയുടെ പോളിസിയാണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും അല്ലേ, എൻ്റെ റൂളാണ് ഡിപ്രീസിയേഷൻ എങ്ങനെ വേണം, എന്ത് ഒരു റൂളാണ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാണ്. സോ അത് അക്കൗണ്ടിങ് പോളിസിയാണ്. അപ്പോൾ അക്കൗണ്ടിങ് മെത്തേഡ് എന്താണ്? സോ അക്കൗണ്ടിങ് മെത്തേഡ് ഇസ് എ സ്പെസിഫിക് പ്രൊസീജിയർ ഓർ ടെക്നിക് യൂസ്ഡ് ടു അപ്ലൈ ആൻ അക്കൗണ്ടിങ് പോളിസി. അക്കൗണ്ടിങ് പോളിസി അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കോ അല്ലെങ്കിൽ പ്രൊസീജിയറിനെയാണെന്ന് പറയുക അക്കൗണ്ടിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. രണ്ടും ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡെയിലി എന്ന് ഡൗട്ടുള്ളവർ പറയാം. താങ്ക് യു.